സർ, ഈ മുകേഷിൻ്റെ വിഷയം ഇങ്ങനെ വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുകേഷിൻ്റെ വീട്ടിലേക്ക് പല സംഘടനകളും മാർച്ച് നടത്തുന്നുണ്ട്. മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. മഹിളാ സംഘടനകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതായത് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, MLA ആണ്, കൊല്ലത്തിൻ്റെ MLA ആണ്, രണ്ടാമത്തെ പ്രാവശ്യം MLA ആയ വ്യക്തിയാണ്. പക്ഷേ ഈ മുകേഷിനെ ഇത്രയും ദിവസങ്ങളായിട്ടും AMMA പോലുള്ള ഒരു സംഘടനയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ, സിനിമാ മേഖലയ്ക്കകത്തുള്ള പ്രശ്നങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ചർച്ച ചെയ്ത് വന്ന സമയത്തും ആളുകൾക്കെല്ലാം വലിയ പ്രതിഷേധമുണ്ടായി നിൽക്കുന്ന സമയത്തും മുകേഷിനെ CPM ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീപക്ഷ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു നിലപാട് നമ്മൾ കാണുന്നത്. കാര്യം വേറെ ഏതെങ്കിലും ഒരു കേസായിരുന്നെങ്കിൽ, മറ്റൊരാളായിരുന്നെങ്കിൽ CPMൻ്റെ അണികളും സൈബർ സഖാക്കളും എല്ലാം ഉടനെ തന്നെ ആ ഒരു സ്പേസിനകത്തേക്ക്, സോഷ്യൽ മീഡിയ സ്പേസിനകത്തേക്ക് കയറിയിട്ട് അവരെ ആക്രമിക്കുന്ന കാഴ്ച വളരെ സുപരിചിതമാണ് നമുക്കൊക്കെ. പക്ഷെ ആരും തന്നെ മുകേഷിനെതിരെ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ സ്ത്രീപക്ഷ നിലപാടുള്ള ആളുകൾക്കൊന്നും ഇദ്ദേഹത്തെ പറ്റി ഒന്നും പറയാനില്ല. ഇദ്ദേഹം രാജിവെക്കേണ്ട കാര്യമുണ്ടോ എന്ന് പോലും സൈബർ സഖാക്കളുടെ ഫേസ്ബുക്കിലും നമ്മൾ കാണുന്നില്ല. അതവിടെ നിൽക്കട്ടെ, അവരാണ്. ഈ CPMന് ഇതെന്ത് പറ്റി എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റിൽ പോലും അദ്ദേഹത്തെക്കാൾ കൂടുതൽ ചർച്ച നടന്നത് ജയരാജൻ്റെ കാര്യത്തിലാണ് എന്നതാണ് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ. അപ്പം ഇത്ര ദിവസമായതുകൊണ്ട് ഒന്നും രണ്ടോ ആരോപണങ്ങളല്ല മുകേഷിനെതിരെ വന്നത്, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ, അങ്ങേയറ്റം മോശം സ്ത്രീകളെ പറ്റിയുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് CPM അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, CPMൻ്റെ ഒരു ഇടതുപക്ഷ സ്വഭാവം, നേരത്തെ പറഞ്ഞു, സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടി അല്ലെങ്കിൽ പ്രസ്ഥാനം, ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് മുകേഷ് വിഷയം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ ഗുരുതരാവസ്ഥ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ തീർച്ചയായിട്ടും MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതാണ്. അദ്ദേഹം ഒരു ആരോപണ വിധേയനാണ്, കുറ്റവാളിയല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആരോപണ വിധേയനായ വ്യക്തിയെ അവിടെ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം കുറ്റം ചെയ്തവനാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിന് കുറ്റം ചെയ്തവനല്ലെങ്കിൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാം എന്നൊക്കെയുള്ള പല പ്രയോഗങ്ങൾ നിലനിൽക്കുന്ന കാര്യമാണ്. അത് വേണമെങ്കിൽ സാധ്യമായ കാര്യമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിടയിൽ CPM അദ്ദേഹത്തെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തോട് രാജിവെച്ച് പോകാനോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് രാജി എഴുതി വാങ്ങാനോ തയ്യാറാവാത്തത്. കാരണം ഈ സമയത്ത് CPM ഉയർത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞതിനിടയിൽ 2 കോൺഗ്രസ് MLA-മാർ ഇതിക്ക് മുൻപേ ഇതേപോലെയുള്ള ആരോപണത്തിന് വിധേയരായവരായിരുന്നു. പക്ഷേ അവരൊന്നും രാജിവെച്ചിരുന്നില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും രാജിവെച്ചിട്ട് ഇയാൾ രാജിവെക്കട്ടെ എന്ന ഒരു വാദം എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുറത്തേക്ക് പോയ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൺവീനറായിട്ടുള്ള EP ജയരാജൻ പറയുകയുണ്ടായി. അതൊക്കെ പക്ഷേ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ പറയേണ്ട കാര്യമല്ല. പാർട്ടിയുടെ ഒരു സംവിധാനം എന്ന് വെച്ചാൽ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് അതെല്ലാം പറയാം. നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്കും ഇത് ചെയ്യാം. അതല്ല സമൂഹം പറയുന്നത്. സമൂഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ ഒരിക്കൽ പോലും സ്ത്രീകളോട് മോശമായി പെരുമാറാൻ പാടില്ല. മാത്രമല്ല പെരുമാറുന്നവരെ മാറ്റണം എന്ന് തന്നെയാണ്. അതെ, മാത്രമല്ല സർ, ഈ എന്താണ് കോൺഗ്രസ് പോലെയോ BJP പോലെയോ അല്ലെങ്കിൽ മറ്റു വലതുപക്ഷ പ്രസ്ഥാനങ്ങളെ പോലെയോ അല്ല ഞങ്ങൾ എന്ന് 100 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന CPM ആണ് അവരങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് ഞങ്ങൾക്കും ചെയ്യാം എന്നുള്ള തെറ്റായ ന്യായം പറയുന്നത്. ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ? അല്ല, ആ നയം തിരുത്താനാണ് വൃന്ദാക്കാരായിട്ട് പറഞ്ഞത്. അവർ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളത് ചെയ്യാൻ നടക്കണ്ട എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. പക്ഷെ അവർക്കൊന്നും ഈ കേരള പാർട്ടിയുടെ മേൽ യാതൊരു വിധമായ നിയന്ത്രണം ഇല്ലാത്തതിൻ്റെ പേരിൽ അവരിരുന്ന് അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇത് കേന്ദ്ര കമ്മിറ്റി തന്നെ ഇതിൻ്റെ ഇടപെട്ട് ഇവരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കേണ്ടതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ധാർമ്മികതയ്ക്ക് വലിയ പ്രസക്തിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രശ്നം. അപ്പം നമുക്ക് പക്ഷേ നമ്മുടെ സമൂഹത്തിന് ഇതേപോലത്തെ ഒരു സ്ഥിതി മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഇത്ര സാംസ്കാരികമായിട്ടുള്ളൊരു ഡീജനറേഷൻ, സാംസ്കാരികമായിട്ടുള്ള ജീർണത, അധപ്പതനം എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ മലയാളി സമൂഹം അനുഭവിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു നിലപാട് പലപ്പോഴും അതിന് ഗുണകരമായി നിന്നിരുന്നതാണ്. പക്ഷേ അവരും ചീഞ്ഞു. അപ്പോൾ എല്ലാവരും ചീഞ്ഞ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എങ്ങനെയാണ് ഒരു സാമൂഹ്യ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്, അതിന് നമുക്ക് എപ്പോഴും ഒരു മാതൃക ഉണ്ടാകും. ആ മാതൃക എന്ന് പറയുന്നത് നല്ലതായിരിക്കണം, എങ്കിലേ നമുക്ക് അതിനടുത്തേക്ക് പോകാനായിട്ട് പറ്റുകയുള്ളൂ. അതാണ് പ്രശ്നം. നമ്മളതായിത്തീരണമെന്നില്ല. വലിയ പുണ്യവാളന്മാരൊന്നും അല്ലെങ്കിൽ വിശുദ്ധരായിട്ട് മാറലല്ല പ്രശ്നം.
കഴിയുന്നിടത്തോളം മെച്ചപ്പെട്ട രീതിയിൽ മനുഷ്യൻ ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ മുന്നിൽ തുറന്നു വെക്കപ്പെടുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ആ സാധ്യതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിയ തരത്തിൽ ഇതിനെതിരെ വിമർശനങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിനകത്ത് ഈ ക്രിറ്റിസിസം, സെൽഫ് ക്രിറ്റിസിസം എന്നൊക്കെ പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോയി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. CPM അത് തീരെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ CPM കുറേ കൂടി കരുത്താർജിച്ച് ഇക്കാര്യത്തിൽ മുന്നോട്ട് വരുമായിരുന്നു, അതിനകത്തുള്ള ചില പ്രശ്നങ്ങളെയൊക്കെ മറികടന്നിട്ട് പോലും. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ മുകേഷിനെ ചുമന്നിട്ട് നടക്കുന്നത്. മുകേഷിനെ എന്തിനു ചുമക്കണം എന്ന് പറയുന്ന ചോദ്യം ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ ഒരുപാട് ചോദിക്കുന്നുണ്ട്. ഇയാൾ എന്തിനാ ചുമക്കണം, ഇയാൾ വ്യഭിചാരിയാണ്, പെണ്ണുപിടുത്തക്കാരനാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിൽ അവനെ കൈകാര്യം ചെയ്യാനാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ നേതൃത്വം അത് ചെയ്യുന്നില്ല. മാത്രമല്ല സാർ, ഈ കൊല്ലത്തെ പാർട്ടി, അതായത് കൊല്ലത്തെ മുകേഷിൻ്റെ സ്വന്തം ഘടകമായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പോലും അദ്ദേഹത്തിനെതിരെ വിമർശനമുണ്ട്, കൊല്ലത്തെ പാർട്ടിക്കാർക്കിടയിൽ വൻ വിമർശനമുണ്ട് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കും അതാണ് മനസ്സിലാവുന്നത്. എൻ്റെ ആ ഒരു സംശയം നിലനിൽക്ക് തന്നെ വേറൊരു സംശയം എന്ന് പറയുന്നത് ഇപ്പം അങ്ങ് പറഞ്ഞ് നിർത്തിയെടുക്കുന്നത്, അതായത് ഈ CPMൻ്റെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയത്തിലും ഒക്കെ വിശ്വസിച്ച് നിൽക്കുന്ന അണികൾ ഇതെങ്ങനെയാണ് ഇവരുടെ ഈ ഒരു നിലപാടിനൊപ്പം യോജിച്ച് പോകാൻ ഇവർക്ക് വീണ്ടും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവർക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഈ അണികളും ഇങ്ങനെ ഈ രീതിയിലോട്ട് മാറിയോ? അല്ല, അണികൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ മനുഷ്യരുടെ സ്വഭാവം എന്ന് പറയുന്നത് പൊതുവെ ഒരു സമൂഹത്തിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്നതാണ്. സമൂഹമാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ്റെ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ചിന്തയുണ്ട്, നമ്മുടെ ഒരു സോഷ്യൽ തോട്ട് എന്ന് പറയുന്നത്. ആ സോഷ്യൽ തോട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതാണ് നല്ലത്, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് തെറ്റാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. പക്ഷെ നമ്മളുടെ സമൂഹത്തിൽ പൊതുവെ ഇങ്ങനെയൊക്കെ ആരാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്? പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒന്നിലെ വിദ്യാഭ്യാസ വിജേഷന്മാർ, അല്ലെങ്കിൽ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയ നേതൃത്വം, ഇവരെല്ലാവരും തന്നെയാണ് സമൂഹത്തിൻ്റെ പൊതുചിന്തയെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മഹാത്മാഗാന്ധി ഇന്ത്യക്ക് നൽകിയ സന്ദേശം അതാണല്ലോ, മൈ ലൈഫ് ഈസ് ദ മെസ്സേജ് എന്ന് അദ്ദേഹം പറയുന്നത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാം. ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, നിങ്ങളിങ്ങനെ ജീവിക്കൂ എന്ന് അദ്ദേഹം ഇന്ത്യയോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ കൊടുത്തൊരു മാതൃക എന്ന് പറയുന്ന അതാണ്. അക്കാലത്ത് ജീവിച്ചിരുന്ന പ്രഗത്ഭരായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും അങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരു കേരളത്തിൽ വലിയ തരത്തിലുള്ള ഒരു വിപ്ലവം നടത്തുമ്പോൾ അന്ന് അങ്ങനെ കാര്യമായ ചർച്ചയൊന്നും അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നീടാണ് ആ ചർച്ച വരുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം അത് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് എത്തിക്സും അദ്ദേഹത്തിൻ്റെ ഒരു റവല്യൂഷണറി കൺസെപ്റ്റും ഒക്കെ അദ്ദേഹം സമൂഹത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അന്നത് അത്ര നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പിന്നീട് വന്ന ആളുകൾക്ക് അത് ഒരു നവോത്ഥാന ആദർശമായി മാറിത്തീരുകയും അതിനെ പിന്തുടരുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമുക്ക് അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും സംസാരിക്കാനും ആരാണ് നമുക്കുള്ളത്? സാർ, അത് പറയുമ്പോൾ ഈ സുകുമാർ അഴീക്കോടിനെ പോലുള്ള ഒരാളുടെ ഒരു വലിയ അഭാവം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകളുണ്ട്, അപ്പം അങ്ങനെയുള്ള പല ആളുകളും സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അത്രയും ഒരു രൂക്ഷതയിൽ ഇവർ ഇപ്പം സുകുമാർ അഴീക്കോടിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് കേൾക്കുമായിരുന്നു, ഇവർ അതിന് പരിഗണന കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ആ രീതിയിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക നായകന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ അടിമവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ സാർ സത്യം? അല്ല, സാംസ്കാരിക മേഖലയിൽ സംഭവിച്ച ജീർണത വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു അഭിപ്രായം, നമുക്ക് മൗലികമായ അഭിപ്രായങ്ങളാണ് സമൂഹത്തിന് വേണ്ടത്. ആ മൗലികമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള ശേഷിയാണ് സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള ഒരു ടവറിങ് പേഴ്സണാലിറ്റിയെ നിർമ്മിച്ചിരുന്നത്. ഇന്ന് നമുക്ക് അങ്ങനെ മൗലികമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആളില്ല. സ്വന്തമായിട്ട് അഭിപ്രായമില്ല അവർക്ക്. കാരണം എന്ന് വെച്ചാൽ ഇവർ നമ്മൾ ഈ സാംസ്കാരിക ലോകം എന്ന് പറയുന്നത് അതിൻ്റെ മേഖലയിൽ നിൽക്കുന്ന ആളുകളെല്ലാം പതുക്കെ ഈ നിലനിൽക്കുന്ന സംവിധാനത്തിനോട് ഒട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടി നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിക്കുമെന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി കസേരയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന മനുഷ്യരെ അവർ മാറിക്കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് പലപ്പോഴും അവർ നിശബ്ദരായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ മോഹൻലാൽ തന്നെ നിൽക്കുന്നത് പരിക്കില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ഒരു ആലോചനയുടെ പുറത്താണ്. അതായത് ആരെയും വെറുപ്പിക്കാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക. ഇതൊരു മധ്യവർഗ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ശരിക്കും പറഞ്ഞിരുന്നത്. നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ഈ പെറ്റി ബൂർഷ്വ കാഴ്ചപ്പാട് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതൊക്കെ ഇപ്പോൾ പോയി, അതിൻ്റെ രീതികളൊന്നും ഇല്ല. പക്ഷേ സത്യത്തിൽ അതാണ് നിലനിൽക്കുന്നത്. അവൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ ഒരിക്കലും പടപൊരുതുന്ന ഒരു പ്രതിരോധാത്മകമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത്
വളർന്നു വരികയില്ല എന്നുള്ളത്. സാറേ ഈ സാർ ഇപ്പോൾ പറഞ്ഞ് നിർത്തിയ ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ സജി ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തി, സജി ചെറിയാൻ മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, ഇവിടുത്തെ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഈ മുതലാളിത്ത വലതുപക്ഷ ശക്തികളാണ്. അപ്പോൾ ഒരു പ്രബല വിഭാഗം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ, സിനിമയെ ബന്ധപ്പെട്ടാണ്, ഈ പ്രബല വിഭാഗം ഇങ്ങനെ ചെയ്യുമ്പോൾ അവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരോടൊപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇതൊരു പ്രബല വിഭാഗമല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഈ മാർക്സിസം ലെനിനിസം ഒക്കെ കൃത്യമായി പഠിപ്പിച്ച് വലതുപക്ഷത്തിനെതിരെ കൃത്യമായി യുദ്ധം ചെയ്യാൻ കഴിയുമെന്ന അണികളെ രാഖി രാമായണം ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ മന്ത്രി തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് പറയുന്നത് എന്തൊരു വൈരുദ്ധ്യമാണ് സർ. അല്ല, സജി ചെറിയൻ എന്ന് പറയുന്ന ആൾക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മാർക്സിസ്റ്റ് ഐഡിയോളജിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഈ മന്ത്രിയാവുന്നതിന് കുറച്ച് മുമ്പുള്ള കാലങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളൊക്കെ ആയിട്ട് ബന്ധം പുലർത്തുക, ഒത്തീർപ്പ് രാഷ്ട്രീയം, കോംപ്രമൈസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉസ്താദായിട്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ വളർന്ന് വികസിച്ച് വന്ന് അദ്ദേഹം പാർട്ടിയുടെ ഈ നേതൃത്വത്തിലെത്തുകയും അതേപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാവുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിൽ എന്തെങ്കിലും സംസ്കാരം ഉണ്ടായിട്ടല്ല. പകരം സജി ചെറിയാൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രതീകമാണ് എന്നുള്ളതാണ്. മനസ്സിലായത്. പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം ആ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വന്ന് കിട്ടിയ ഒരു മാണിക്യത്തെ പോലെയാണ് അയാളെ കൊണ്ടുനടൻ. ഇതാണ് പ്രശ്നം. അവരുടെ ക്യാരക്ടറല്ല അവിടെ പരിഗണിക്കപ്പെടുന്നത്, അവരുടെ വോട്ട് ബാങ്കാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അതായത് അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ SFIക്കാരനായിരുന്നു എന്നുള്ളത് ശരിയാണ്. അക്കാലത്ത് ചിലപ്പോൾ അദ്ദേഹം കുറേ കൂടി വിപ്ലവകരമായിട്ടുള്ള മനസ്ഥിതി പുലർത്തിയിട്ടുണ്ടായിരിക്കാം. ഇതൊന്നും തള്ളിക്കളഞ്ഞുകൊണ്ടല്ല നമ്മൾ പറയുന്നത്. അവരുടെ ഒരു എന്താണ്, പഴയ കാലത്തെ വിസ്മരിച്ചുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ അവർ പുതിയ കാലത്തേക്ക് എത്തി, അവരധികാരികളായി അധികാരത്തിൻ്റെ ഭാഗമായി മാറിയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ വാചകം വരുന്നത്, ഇതൊരു പ്രബല വിഭാഗമല്ലേ, ഇവരെങ്ങനെയാണ് പിണക്കുന്നതെന്ന്. പ്രബല വിഭാഗത്തിനെതിരെ പ്രതിഷേധം നടത്തിയിട്ടാണല്ലോ ലോകത്തെല്ലായിടത്തും മാറ്റങ്ങളുണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രബല വിഭാഗത്തിൻ്റെ പിന്നിൽ നമ്മളിങ്ങനെ കീഴടങ്ങി അതിൻ്റെ പിന്നാലെ അവരുടെ വിധേയരായി നീങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ചോദ്യം ചെയ്യപ്പെടുകയില്ല. പ്രബല വിഭാഗത്തെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ശ്രീനാരായണ ഗുരു ചോദ്യം ചെയ്ത്. ആ കാലത്ത് നിലനിന്നിരുന്ന പ്രബല വിഭാഗം ചെയ്തിരുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് തോന്നിയതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എല്ലായിടങ്ങളിലും മാർക്സിസ്റ്റ് ഐഡിയോളജി ഉള്ളവരും അതല്ലാതെ വിപ്ലവാത്മകമായിട്ടുള്ള രീതിയിൽ എന്നുവെച്ചാൽ ഒരു പുരോഗമനാത്മകമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഈ നിലവിലുള്ള പ്രബല വിഭാഗത്തിൻ്റെ തോന്നിവാസങ്ങളെ ചോദ്യം ചെയ്യലാണ്. ആ തോന്നിവാസങ്ങളെ ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് പ്രസക്തിയാണ് ഇതിനുള്ളത്, എന്ത് സംസ്കാരമാണ് അവിടെ ഉള്ളത്? നമ്മളെ സംസ്കാര നിർമ്മാണ പ്രക്രിയ തന്നെ നടക്കുന്നത് ഇത്തരത്തിൽ ഉള്ള പൊളിച്ചെടുക്കപ്പെടേണ്ടതായിട്ടുള്ള പ്രതിഭാസങ്ങളെ, പ്രബല വിഭാഗങ്ങളെ അടിച്ച് പൊളിച്ച് പുതിയ സാധനം നിർമ്മിക്കുന്നതിലൂടെയാണ് ചെയ്യുന്നത്. ഈ ഒരു റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കൊണ്ടുവരാൻ കഴിയുന്ന പ്രാപ്തി, അതിനാവശ്യമായിട്ടുള്ള മൗലികത, അതൊന്നും ഇവന്മാർക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ മുകേഷിനെ സംരക്ഷിക്കുന്നത് പാർട്ടിയുടെ ഈ ജീർണത തന്നെയാണ് എന്നാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.